ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ മരിക്കാനുള്ള അവകാശമുണ്ടെന്ന് സുപ്രധാന നിരീക്ഷണം നടത്തിയ സുപ്രീം കോടതിയുടെ വിധിയായിരുന്നു ഹരീഷ് റാണയുടെ ദയാവധം. കോടതിയുടെ അനുമതിയോടുകൂടി ഹരീഷ് റാണ ലോകത്തോട് വിട പറഞ്ഞു. ഈ നിയമ പോരാട്ടത്തിനൊപ്പം നിന്ന മലയാളി കൂടിയായ അഭിഭാഷക ബബില ഉമർ ഖാൻ മീഡിയ വണ്ണിനോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ആദ്യം തന്നെ ഹരീഷ് റാണയെ നമ്മൾ അനുസ്മരിക്കുകയാണ്. ഈ ഒരു നിയമ പോരാട്ടം അത് എങ്ങനെയായിരുന്നു? ഒരു 13 വർഷത്തോളം ഈ കുടുംബത്തിൻ്റെ ഒരു വലിയ ത്യാഗത്തിനു കൂടിയാണ് ഈ കോടതിയുടെ വിധിയോട് കൂടി ഒരു പരിസമാപ്തി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു നിയമ പോരാട്ടം അല്ലെങ്കിൽ നിയമ വഴികൾ എങ്ങനെയായിരുന്നു? ഒത്തിരി ലോങ് പ്രോസസ്സാണ്. ഒരു മനുഷ്യൻ ജീവിക്കാൻ ഒരു സ്റ്റേറ്റ് നമ്മളെ കണക്കാക്കുന്നത് നമ്മളൊരു സ്വത്തായിട്ടാണ്. നമ്മളെ ഒരു മാൻ പവറായിട്ടും നമ്മളെ ഒരു രാജ്യത്തിൻ്റെ സ്വത്ത്. അപ്പോൾ അത് ജീവൻ പോവുക എന്ന് പറയുന്നതിലേക്ക് രാജ്യം ഒരിക്കലും, അല്ലെങ്കിൽ കോടതികൾ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കം ഒരിക്കലും അവർ ജീവൻ എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വരുമ്പം ഒത്തിരി ചിന്തിക്കും. നമ്മൾ അത്ര തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം വേദനയുടെ ഡെസിമൽ എന്ന് പറയുന്നത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള പ്രസവ വേദന എന്നുള്ളതിൻ്റെയാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മുകളിലേക്ക് വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ പറയാൻ ഉദാഹരണങ്ങൾ വളരെ കുറവായിരിക്കും. പക്ഷേ ഒരു പക്ഷേ ഈ ഒരു വേദന തിന്നിട്ട് ഒരാൾ ഇത്രയും 13 വർഷം കിടക്കുന്നു. അതിൽ ഡോക്ടേഴ്സ് എന്നെ വലിയൊരു ഗ്യാങ്, അതായത് ഡോക്ടേഴ്സിന് വിദഗ്ധന്മാരായിട്ടുള്ള എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള എയിംസിലെ ഡോക്ടേഴ്സുമാർ, എവിടെ നിന്നൊക്കെ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടോ, അങ്ങനെ നല്ലൊരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കോടതി. ആ ഒരു ഗ്രൂപ്പ് വരെ നിന്നിട്ടും ഇതാണ് തീരുമാനം എടുത്തത്. അവരുടെയൊക്കെ ലെറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള എല്ലാവരുടെയും ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം, അവരുടെ റിപ്പോർട്ട് നോക്കിയതിന് ശേഷമായിരിക്കും ബഹുമാനപ്പെട്ട കോടതി ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അപ്പം ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അവിടെ ആ വേദനയുടെ ഗ്രാഹ്യം തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ 2024 ഈ കേസ് ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ഈ ട്യൂബ് ഒഴിവാക്കുന്നത് കൊലപാതകത്തിന് തുല്യമാണെന്നുള്ള നിരീക്ഷണമായിരുന്നു ഹൈക്കോടതി എടുക്കുകയും പിന്നീട് ആ കേസ് തള്ളുകയും ചെയ്തത്. സുപ്രീം കോടതിയിലെത്തിയപ്പോൾ അതിനൊരു മറിച്ച് ചിന്തിക്കാൻ എന്തെല്ലാം വാദങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ മെയിനായിട്ടും നമ്മളോട് ബഹുമാനപ്പെട്ട കോടതി അന്വേഷിച്ചിരുന്നത്, നമ്മൾ സംസാരിച്ചപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരുന്നിരുന്നത്, നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരാനുണ്ടോ, ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കട്ടെ എന്നുള്ളതായിരുന്നു. 2024 ഞാനടക്കമുള്ള ആൾക്കാർ, ഞാൻ, ജുഗൽ സാറ്, മനീഷ് സാറ് അടക്കമുള്ള ആൾക്കാർ കോടതിയുടെ മുമ്പിലേക്ക് ഈ ഒരു കേസുമായിട്ട് എത്തുന്നത്, സുപ്രീം കോടതിയിലേക്ക്. അപ്പം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് നല്ലവണ്ണം കേൾക്കുകയും നമ്മളുടെ വാദം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിധം ഉണ്ടെങ്കിൽ അത് കോടതി തീരുമാനിച്ച് അതിലേക്ക് എത്തിച്ച്, ബഹുമാനപ്പെട്ട കോടതി അതിലേക്ക് എത്തിച്ച് തരണം എന്നുള്ളതായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി അത് സ്വീകരിക്കുകയും ആ ഒരു ഇത് സ്വീകരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത്, നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഇത് മാത്രം ഫൈനൽ വിധിയായിട്ട് എടുക്കരുത്, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് പറയണോ അത് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞേക്കണം എന്ന് പറയുകയാണ്. അങ്ങനെയാണ് എയിംസിലേക്ക് എത്തിപ്പെടുന്നത്. എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്സ് ഓഫ് ഡോക്ടേഴ്സിനെയും ഫിസിഷ്യൻസ് അടക്കമുള്ള ആൾക്കാരെയും ഒക്കെ ഇത് ഏൽപ്പിക്കുന്നതും അവരോട് കൺസേൺ ചെയ്യുന്നത്, അതായത് കോടതി നേരിട്ട് റിപ്പോർട്ട് സ്വീകരിച്ചിട്ട് ഇതിൽ ഇടപെടുകയാണ്. അപ്പം അതിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട കോടതി എടുത്ത തീരുമാനമാണ് 2026 ഇങ്ങനെയൊരു ഇതിൽ നോ ചാൻസ്, ഇനി ഒരു ചാൻസ് എടുക്കണ്ട, ഇനി മുന്നോട്ട് അത് വേദന നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പല ഘട്ടങ്ങളിലും നിയമ പോരാട്ടങ്ങളടക്കം ഉണ്ടാവാറുള്ളത്. ഹരീഷ് റാണയുടെ കേസിൽ മരണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ പോരാട്ടം എന്ന് പറയുന്നത്. അപ്പം ഇത് തമ്മിലുണ്ടായിരുന്നൊരു വ്യത്യാസം എന്താണ്? അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന പല വെല്ലുവിളികളുണ്ടാകും, പ്രത്യേകിച്ചും നിയമവ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ. എങ്ങനെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു?
ആദ്യഘട്ടങ്ങളിൽ ജീവിക്കാൻ വേണ്ടിയിട്ടും തിരിച്ചു വരുന്ന ഏത് മാതാവാണ് അല്ലെങ്കിൽ ഏത് പിതാവാണ്, ഏത് മാതാപിതാക്കളാണ്? ഈ പിതാവും മാതാവും മാത്രമല്ല എന്നുള്ളതാണ്, അവരുടെ സഹോദരങ്ങൾ വരെ ഇവർക്ക് വേണ്ടിയിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ത്യജിച്ചു എന്നുള്ളതാണ്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു, സാക്രിഫൈസ് ചെയ്തു, എല്ലാ കൺസെഷൻസും കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു. വളരെ ഭാഗ്യവാനായിരുന്നു എന്ന് വേണം പറയാൻ ആ കാര്യത്തിൽ കേട്ടോ. നോക്കുമ്പോൾ ഏറ്റവും അടുത്തറിയുന്നു എന്നുള്ളതിനെ കൊണ്ട് പറയാണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് അവരുടെ കോൺട്രിബ്യൂഷൻ വന്നിട്ട് പോലും, ഇത്രയും കോൺട്രിബ്യൂഷൻസ് ഇട്ടിട്ട് പോലും, അതായത് പൗരസമിതി പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ ആൾക്കാർ ഈ ഇതിലേക്ക് വന്ന് രാജ്യം ഏറ്റെടുക്കുന്നു. എന്നിട്ട് പോലും ഇവിടെ ഒരാൾ ജീവനോടെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളത് തെളിയാണ്. മരണമാണ് ഇനി ഒരു ജസ്റ്റിസ്, നീതി എന്നുള്ളത് ആവുകയാണ്. അങ്ങനെ വരുന്ന ഒരു സന്ദർഭം വരുമ്പോഴാണല്ലോ ബഹുമാനപ്പെട്ട കോടതി പോലും അത് ഏറ്റെടുത്തത് എന്നുള്ളതാണ്. അതായത് മരണത്തിനും നീതി ഉറപ്പാക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതി അടിവരയിടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ അങ്ങനെയായിരുന്നു. കാരണം ഇൻറ്റേർണൽ ഓർഗൻസിൽ വരെ ബാധിച്ചിട്ട് ഓരോരോ ആദ്യം ഒരു നട്ടലിനേറ്റ ഒരു പരിക്ക് എന്നുള്ള രീതിയിലായിരുന്നു 13 വർഷം മുമ്പുള്ളത്. പിന്നെ നാഡികൾ തളർന്നു, പതുക്കെ പതുക്കെ കോമയിലേക്ക് പോയി, പതുക്കെ പതുക്കെ തിരിച്ചു വരുന്നു. പിന്നെ ബ്രെയിൻ എന്ന് പറയുന്നത് മീൻസ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടില്ല, നമ്മളറിയുന്ന കൃഷ്ണമണി ഇളകുന്നതിലൂടെ മാത്രമായി. പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസിലേക്ക് ബാധിക്കുന്നതോടനുസരിച്ച് യൂറിൻ ഇല്ലാതെയാവുന്നു. യൂറിൻ ബാഗ്സിൽ യൂറിൻ വരുമ്പോഴാണല്ലോ കിഡ്നിയും ലിവറൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, അതൊന്നും ഇല്ലാതെയാവുന്നു. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു പകുതി മരിച്ചു, ഓക്കെ, സോള് മാത്രം നിലനിൽക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥകൾ നമ്മൾ നേരിട്ടിട്ട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ലെറ്റേഴ്സിലൂടെയും ഇതിലൂടെയൊക്കെ നമ്മൾ അവരോട് സംസാരിച്ചിട്ടും ഒക്കെ ആയിട്ടും നമ്മൾ നേരിട്ട് അറിയുന്നു. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് എന്തുകൊണ്ടും മരണം ഒരു നീതി തന്നെയായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഈ നിയമവ്യവസ്ഥയിലൂടെ റാണയുടെ കുടുംബത്തിനൊരു നീതി ഉറപ്പാക്കാൻ പറ്റി. അതോടൊപ്പം റാണ മരിച്ചപ്പോൾ അവരുടെ അവയവങ്ങളടക്കം ദാനം ചെയ്തുകൊണ്ടൊരു വലിയ വെളിച്ചം കൂടി ആവുകയായിരുന്നു. മാതാപിതാക്കളുടെ ആ ഒരു തീരുമാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ, ഞാൻ പറഞ്ഞില്ലേ, വളരെ കൺസിഡർ ചെയ്തിട്ട് ഒരു മണമില്ലായിരുന്നു ഇത്രയും കാലം. 13 വർഷം ബെഡ് റീഡൻ ആയ ആൾക്കാരെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു മണമൊക്കെയാണ് വരിക. ബെഡ് സോർ ഉണ്ടാവും, വളരെ കുറച്ച് ബെഡ് സോറായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാലോ അവരെ കുളിപ്പിക്കുക, എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എങ്ങനെയായിരിക്കും, എത്രത്തോളം കെയർഫുള്ളായിരിക്കുന്നു അവരതിൽ നിന്ന്. പൈസ ഇല്ല എന്നുള്ള ഒരു ഇത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു ലാക്ക്, വലിയൊരു ലാക്ക് തന്നെയാണ് ആ ഒരു കുറവ്. അത് ഒരുപാട് വലിയൊരു കുറവായിരുന്നു. ആ കുറവ് പോലും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഇത് അതായത് ഒരു കൺസിഡറേഷൻ്റെ ഭാഗമാണ്. ആ ഒരു കൺസിഡറേഷനിൽ മാതാപിതാക്കൾ ഒരു ഘട്ടത്തിൽ തിരിച്ചറിയാൻ, ഞങ്ങളുടെ മകൻ വേദന കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയാണ് വേദന എന്ന് പറയുന്ന ആ വേദനയുടെ ഡെഫിനിഷനിലേക്കൊക്കെ വരികയാണ്. ആ ഒരു ഡെഫിനിഷനിലേക്ക് എത്തുമ്പോഴായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഏതൊരു മാതാവും പിതാവുമാണ് മകൻ തിരിച്ചു വരിക എന്നല്ലാതെ മകനെ മരണത്തിന് വിട്ടുകൊടുക്കണം എന്ന് പറയുക. അപ്പോൾ അവർക്ക് അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ, ഇനിയും സ്വർഗത്തിലായാലും അങ്ങനെ പറയല്ലോ. വളരെ പ്രാധാന്യമുള്ള ഒരു ചരിത്രവിധി എന്ന് തന്നെയാണ് ഇതിനെ രാജ്യം നോക്കിക്കാണുന്നത്. ഇതിൽ ഒരു ചെറിയ ആശങ്കയുള്ളത്, അതായത് നിലവിൽ ഇനി ഇത്തരം കേസുകൾ വരുമ്പോൾ കോടതി ഏത് രീതിയിലായിരിക്കും പരിഗണിക്കുക, അതോടൊപ്പം ഇത് ചൂഷണം ചെയ്യാനുള്ള ഒരു സാധ്യതകളുണ്ട് എന്നുള്ള ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇതിനൊരു നിയമവ്യവസ്ഥയായി പാർലമെൻറ്റിലടക്കം രാജ്യത്ത് പ്രത്യേക നിയമവ്യവസ്ഥയായി കൊണ്ടുവരണം എന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ട നിയമ ഭേദഗതികൾ അല്ലെങ്കിൽ വ്യവസ്ഥകൾ എന്തൊക്കെയായിരിക്കും? എൻ്റെ ഒരു അറിവിൽ ആസ് ആൻ അഡ്വക്കേറ്റ് എനിക്കറിയുന്ന ഒരു 50 വർഷം കൊണ്ട് ഇതൊരു ചർച്ചയാണ്. ദയാവധം വേണോ വേണ്ടയോ, ഒരുപാട് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള വക്കീലന്മാരായാലും ജഡ്ജിമാരായാലും എല്ലാ മേഖലയിൽ നിന്നിട്ടുള്ള കോടതികളിൽ മാത്രമല്ല ഹോസ്പിറ്റലുകളിലായാലും ഇതൊരു ചർച്ചയായിരുന്നു. എന്നിട്ടും ഇതിലേക്ക് റെയറസ്റ്റ് കേസ് മാത്രം. അപ്പോൾ ഇവിടെ ഒരു ഡെഫിനിഷൻ വരികയാണ്, വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയുന്നത്. ഈ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വന്നാൽ മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി ബഹുമാനപ്പെട്ട കോടതിയുടെ ആദ്യകാല ചർച്ചകളിൽ ആർഗ്യുമെൻസിൻ്റെ ഇടയിൽ ഡിസ്കഷനായിട്ട് അറിയാലോ, ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ അറിയാലോ, ജഡ്ജ്മെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് പോലും ഇതിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ ആ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ പക്കായിട്ട് ടിൽ കോമൺ കോസ് കേസ് മുതൽ ഇങ്ങോട്ട് ആ ഒരു കോമൺ കോസ് കേസിൽ വെജിറ്റേറ്റീവ് സ്റ്റേറ്റും റെയർ ആയിട്ടുള്ള കേസായിട്ട് പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ കേസിലേക്ക് വരുമ്പോഴും വെജിറ്റേറ്റീവ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടുള്ള ഡിഫൈൻ ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട കോടതി നോക്കിയിരുന്നത്. സമാന അവസ്ഥയിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവനും അതോടൊപ്പം മരണത്തിനും സംരക്ഷണം നൽകുന്ന അടിവരയിടുന്ന ഒരു വിധി തന്നെയായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഹരീഷ് റാണയുടെ കേസിലുണ്ടായിരുന്നത്. ഹരീഷ് റാണയുടെ അവയവങ്ങളടക്കം ദാനം ചെയ്യുന്നതിലൂടെ വലിയ മാതൃക കൂടിയാണ് ഹരീഷ് റാണയുടെ കുടുംബം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അതുൽ ചന്ദ്രനോടൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.